കോൺഗ്രസിൽ പുതിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും തുറക്കുമ്പോൾ ഡോക്ടർ ശശി തരൂരിന്റെ മുഖ്യമന്ത്രി സർവേ പോസ്റ്റ്. സ്വകാര്യ ഏജൻസി നടത്തിയ സർവേയിൽ കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാകാൻ തനിക്കാണ് കൂടുതൽ പിന്തുണ എന്ന റിപ്പോർട്ടാണ് ചർച്ചകൾക്ക് വഴിമരുന്നിട്ടത്. ഡോക്ടർ തരൂർ പങ്കുവച്ച സർവേയെ തള്ളിയും പരിഹസിച്ചും കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. നേതാക്കളുടെ പ്രതികരണങ്ങളിലേക്ക് ആദ്യം. അതൊന്നും എനിക്കറിയില്ല. സർവേ ഇഷ്ടംപോലെ സർവേകൾ വരുന്നുണ്ട്, ഒരുപാട് സർവേകൾ ഇഷ്ടംപോലെ വരുന്നത്. അല്ല, ഞാൻ ഒന്നും പറഞ്ഞില്ല. അത് നിങ്ങൾ എടുക്കാൻ പോണ തലക്കുറി നിങ്ങളുടെ പേരില്ല, എന്റെ പേരിൽ ഒരു തലക്കുറിയും കിട്ടിയില്ല. ഇതിന്റെ അകത്തുനിന്ന് ഇഷ്ടംപോലെ സർവേ എല്ലാ ദിവസവും വരുന്നുണ്ട്. നമ്മൾ ചിലത് കാണും, നമ്മൾ ചിലത് കാണില്ല. ഇതേതാന്ന് എനിക്ക് മനസ്സിലായില്ല. സർവേ പല ആളുകളും നടത്തുന്നുണ്ട്, പല തരത്തിലുമുണ്ട്. അത് ചില ആളുകൾ മനഃപൂർവ്വമായി സർവേ നടത്താൻ വേണ്ടി ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ അത്തരം ശ്രമം നടത്തിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ പുറത്ത് കൊടുക്കാൻ വേണ്ടി, പുറത്ത് പറയാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. ഇത്തരത്തിലുള്ള ഈ സന്ദർഭങ്ങളിലൊന്നും ഇതൊന്നും ആവശ്യകത ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളൊക്കെ ഏതായാലും ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി എന്നുള്ള നിലയിൽ അവർ പറയുന്ന കാര്യങ്ങൾ മുതിർന്ന നേതാക്കന്മാരുമായി ചർച്ച ചെയ്തതിന് ശേഷം അത്തരം കാര്യങ്ങളൊക്കെ തീരുമാനം കൈക്കൊള്ളുന്നതാണ്. UDF-ലും കോൺഗ്രസിലും ജനങ്ങളുടെ ഇടയിലും പലതരത്തിലുള്ള ആശങ്കകൾ ഉണ്ടാക്കാൻ വേണ്ടി BJP ഉണ്ടാക്കുന്ന ചില നടപടികളാണിതെല്ലാം. ഈ സർവേക്കൊന്നും ഒരു വിശ്വാസ്യതയില്ല. ഇത് കുക്ക് ചെയ്തെടുത്ത ഒരു സാധനമാണ്. അത് നമ്മളാരും കയറി പിടിക്കേണ്ട ആവശ്യമില്ല. അതിനെ BJPയുടെ കേന്ദ്രത്തിൽ നിന്നാണ് ഇത് പുറത്തു വന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സാധാരണഗതി തെരഞ്ഞെടുപ്പാകുമ്പോൾ ഇങ്ങനെ കുറെ ആളുകൾ തട്ടിക്കൂട്ട് സർവേകളായിട്ടും പ്രവചനങ്ങളുമായിട്ടും ജ്യോത്സ്യന്മാരുമായിട്ടും ഒക്കെ ഇറങ്ങാറുണ്ട്. അങ്ങനെയുള്ള പല സർവേകളും വരും. അതൊന്നും ഞങ്ങൾക്ക് അധികാരം പിടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യമായിട്ടാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. സർവേ ഒക്കെ പങ്കുവയ്ക്കുമ്പോൾ ഒരു സർവേ പങ്കുവയ്ക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. പൊതുവെ ഇവിടെ കേരളത്തിൽ വിറക് വെട്ടുന്നവരും വെള്ളം കോരുന്നവരുമായിട്ടുള്ള നേതാക്കന്മാരുണ്ട്. അവർ മുഖ്യമന്ത്രി ആയിക്കോളും. അങ്ങനെ പൊതുവെ വേറെ അങ്ങനത്തെ ഒരു ചർച്ച ഇപ്പോൾ പ്രസക്തിയില്ല. ഇപ്പം അങ്ങനെ ചർച്ചയെ പ്രസക്തിയില്ല. ഏത് ഏജൻസിയാണ് സർവേ നടത്തിയതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പക്ഷെ നാളെ ഇപ്പോൾ പ്രധാനമന്ത്രിയാകാൻ ആരാണ് ഏറ്റവും കൂടുതൽ അർഹൻ എന്നൊരു സർവേ നടത്തിയാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പേരും വരും. അപ്പം ഞാൻ നാളെ പറയുകയാണ്, ഞാൻ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും അർഹനാണ്, യോഗ്യനാണ് എന്ന് പറഞ്ഞാൽ എനിക്കതിനെ ബലപ്പെടുത്താൻ വേണ്ടി ഏതെങ്കിലും ഒരു മാധ്യമം, നിങ്ങളുടെ ഏതെങ്കിലും ഒരു ചാനൽ നടത്തുന്ന സർവേയിൽ എൻ്റെ പേര് രണ്ടാമതോ മൂന്നാമതോ വന്നാൽ എനിക്ക് അവകാശപ്പെടാം. അപ്പം അത്തരം സർവേ ഒന്നും പാർട്ടി ഗൗരവമായിട്ട് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. AICC സർവേ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഫലം വരുമ്പോൾ അതനുസരിച്ചായിരിക്കും നിയമസഭാ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കും. അതിനിടെ അടിയന്തരാവസ്ഥയിൽ ഇന്ദിരാഗാന്ധിയെയും സഞ്ജയ് ഗാന്ധിയെയും രൂക്ഷമായി വിമർശിച്ച് ശശി തരൂർ എഴുതിയ ലേഖനവും ഇപ്പോൾ ചർച്ചയാവുകയാണ്. സലീം മാലിക് ആ വാർത്തകൾ ചെയ്യുന്നു. സലീം, ഈ സർവേ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അവിടുത്തെ കോൺഗ്രസ് ബീറ്റൊക്കെ നോക്കിക്കൊണ്ടിരുന്ന ഒരു മാധ്യമപ്രവർത്തകനാണ് ആദ്യം അത് പുറത്തേക്ക് വിട്ടതാണ് തോന്നുന്നത്. അതിന് സാമ്പിൾ എങ്ങനെയാണ്, ഏതാണ്, എവിടെയാണ് എന്ന കാര്യം വ്യക്തമല്ലെന്ന് മാത്രമല്ല, 27 പേർ തരൂരിനെ പിന്തുണയ്ക്കുമ്പോൾ ഏതാണ്ട് 27-26% പേർ ഒന്നും പറയാനില്ല നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നു. സാധാരണഗതിയിൽ ഒരു സർവേക്കത്തൊക്കെ അങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. എന്തോ ഒരു പുകമറ സർവേയിൽ ഉണ്ട് എന്ന കാര്യം ആ സർവേ നോക്കുമ്പോൾ നമുക്ക് അറിയുകയും ചെയ്യാം. പോട്ടെ, അതെന്തും ആയിക്കോട്ടെ. പക്ഷേ തരൂർ പങ്കുവെക്കുന്നുണ്ട്. മാത്രമല്ല തരൂർ പഴയ അടിയന്തരാവസ്ഥയെ പിന്നെയും എടുത്ത് ചർച്ചയ്ക്ക് വെക്കുന്നുണ്ട്. എന്താണ് തരൂരിന്റെ പ്രശ്നം എന്നൊരു ചോദ്യം കുറെ നാളായി കേൾക്കുന്നുണ്ട്. സലീം. ഹാഷ്മി, ആദ്യം ഈ സർവേയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സർവേ പുറത്തു വന്ന വോട്ട് വൈബ് എന്നുള്ള ആകെ ഇന്നലെ ഉണ്ടായിരുന്നത് 100-ൽ താഴെ മാത്രം ഫോളോവേഴ്സ് ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് അതിലൊരു 140 ഫോളോവേഴ്സായി. കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന്റെ വിലയിരുത്തൽ ഒരു തട്ടിക്കൂട്ട് ഏജൻസിയാണ് ഈ സർവേ നടത്തിയത് എന്നുള്ളതാണ് ഹൈക്കമാൻഡിന്റെ വിലയിരുത്തൽ. മാത്രമല്ല 2.5 മാസം മുൻപ് മാത്രമാണ് ആ ഏജൻസി രൂപീകരിച്ചത്. ആ ഏജൻസി രൂപീകരിച്ചതിന് പിന്നിൽ BJP ആണ് എന്ന സംശയം നേതാക്കൾക്ക് തന്നെയുണ്ട്. കാരണം ഈ ഭരണവിരുദ്ധ വോട്ടുകൾ രണ്ടായി തിരിക്കാനുള്ള BJPയുടെ ശ്രമമാണ് എന്നുള്ളൊരു വിലയിരുത്തലിലാണ് നേതാക്കളുള്ളത്. മാത്രമല്ല ഇന്നത്തെ കോൺഗ്രസിന്റെ നേതാക്കളുടെയൊക്കെ പ്രതികരണം ശ്രദ്ധിച്ചാൽ അറിയാം. പതിവില്ലാത്തൊരു ഐക്യം കോൺഗ്രസിൽ ശശി തരൂരിനെതിരെ പറയാൻ നിലവിലുണ്ട് എന്നുള്ളതാണ്. ഈ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ രമേശ് ചെന്നിത്തല ശശി തരൂരിനെ ഒപ്പം നിർത്തണമെന്നൊരു അഭിപ്രായം പറഞ്ഞിരുന്നു. ആ രമേശ് ചെന്നിത്തല പോലും ഇപ്പോൾ ശശി തരൂരിനെ കൈവിടുന്ന സ്ഥിതിയാണ് ഈ സർവേ പങ്കുവച്ചതിലൂടെ കോൺഗ്രസ് നേതാക്കൾ നൽകുന്ന സൂചന. പ്രത്യേകിച്ചും K. മുരളീധരന്റെയൊക്കെ പ്രതികരണം അത് വളരെ കൃത്യമായിരുന്നു. വിറക് വെട്ടുകയും വെള്ളം കോരുകയും ചെയ്യുന്നവർ മുഖ്യമന്ത്രിയാകും എന്നുള്ള ഒരു പ്രതികരണത്തിൽ നിന്ന് തന്നെ ശശി തരൂരിനെതിരെ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ള കൃത്യമായ മെസ്സേജ് കൊടുക്കുന്നു. MM ഹസൻ നടത്തിയ പ്രതികരണവും ആ നിലയിൽ ഒരു പരിഹാസം കലർന്നതായിരുന്നു. മാത്രമല്ല സർവേയെ ഒരേ സ്വരത്തിൽ എല്ലാ നേതാക്കളും, നമ്മൾ അല്പം മുൻപ്
മുൻപ് കേട്ട പ്രതികരണങ്ങളിൽ കേട്ട എല്ലാ നേതാക്കളും ഒരേ സ്വരത്തിൽ ഈ സർവേയെ തള്ളുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ തന്നെ കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി അധികാരത്തിൽ വരുമെന്ന നിലയിൽ ആ സർവേ വന്നിട്ട് പോലും ആ സർവേയെ ഒരേ സ്വരത്തിൽ തള്ളുന്നു എന്നതിന് പിന്നിൽ ഈ കോൺഗ്രസിൽ ആ നിലയിൽ ഒരു മുഖ്യമന്ത്രി ചർച്ച വേണ്ട എന്നൊരു നിലപാടിന്റെ കൂടി ഭാഗമാണ്. മാത്രമല്ല, ശശി തരൂർ ഉയർത്തുന്ന വിവാദങ്ങൾക്ക് ആ നിലയിൽ മറുപടി പറയേണ്ടതില്ല എന്ന് നേരത്തെ തന്നെ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചതാണ്. അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ അടിയന്തരാവസ്ഥക്കെതിരെ കൂടി അദ്ദേഹം ലേഖനം കൂടി എഴുതിയിരിക്കുന്നത്. അതോടുകൂടി ഇനി കോൺഗ്രസ് നേതാക്കളുടെ നിലപാട് ഈ വിഷയത്തിൽ എന്താകും, ശശി തരൂരിന്റെ വിഷയത്തിൽ ഉൾപ്പെടെ എന്താകും എന്നുള്ള കാര്യം അറിയില്ല. നേരത്തെ ഹൈക്കമാൻഡിന് തന്നെ കേരളത്തിലെ ചില നേതാക്കൾ പരാതി പറഞ്ഞിരുന്നു, ഔദ്യോഗികമായി തന്നെ ശശി തരൂരിനെതിരെ നടപടിയെടുക്കണം, നിലയ്ക്ക് നിർത്തണം എന്നുള്ളത്. പക്ഷേ ആ നിലയിൽ ഒരു ഔദ്യോഗികമായ നടപടിയും ശശി തരൂരിനെതിരെ വന്നിട്ടുമില്ല. ശശി തരൂരിനാവട്ടെ മനസ്സിൽ എന്താണ് എന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തവുമല്ല. അദ്ദേഹം ഒന്നും തുറന്നു പറയുന്നില്ല. പ്രത്യേകിച്ചും നിരന്തരം പാർട്ടി എന്ന് പറയുന്നു, കോൺഗ്രസ് എന്ന് പറയുന്നു, അതിന് നേരെ വിപരീതമായ ഒരു സ്റ്റാൻഡാണ് കഴിഞ്ഞ കുറെ കാലമായി എടുക്കുന്നത്. അതിനുശേഷം പാർട്ടി വിടുമോ എന്ന ചോദ്യത്തിന് ഇല്ല, ഞങ്ങളുടെ പാർട്ടി എന്നൊക്കെയുള്ള മറുപടിയുമാണ് അദ്ദേഹം പറയുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ശശി തരൂരിന്റെ ഉദ്ദേശം എന്ത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. ഹാഷ്മി.